പഴംപൊരി ഉണ്ടാക്കാൻ പോവാണേ. 2 ഏത്തയ്ക്ക. അപ്പോൾ അത് 4ആയിട്ട് കീറും. ഈ 2 ഏത്തയ്ക്ക പൊരിച്ചിട്ട് 4 പീസേ ഉള്ളോ 8 പീസേ ഉള്ളോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു പഴംപൊരി ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു തരാമോ, ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന്. അറിയാൻ മേലാത്തവർക്ക് കേട്ടോ. അറിയാവുന്ന ഒത്തിരി പേര് കാണും. ഇത് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണേ. അപ്പം ഞാൻ ഇതിൻ്റെ തൊലി ഒന്ന് പൊളിക്കട്ടെ. രണ്ട് ഏത്തയ്ക്കയാണ്, പക്ഷെ അത് 8 കഷ്ണമായിട്ട് മുറിച്ചു. ക്യാമറമാൻ പറഞ്ഞു നമുക്ക് വലിയ ഫേമസ് ചീണിച്ചട്ടിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇത് വീട്ടിലല്ലേ കുക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇത് 4ആയിട്ട് മുറിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി എണ്ണയൊന്നും യൂസ് ചെയ്യാതെ നമുക്കങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ എണ്ണയൊക്കെ മിച്ചം വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ അത് കുറേ ദിവസം നമ്മൾ ഉപയോഗിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് കാര്യം ചെയ്യണം. അപ്പോൾ ചെറിയ ചീണിച്ചട്ടിക്കകത്ത് ഒഴിക്കുന്നു. അപ്പോൾ ചെറിയ കഷ്ണമാക്കി അതിൻ്റെ ബാറ്റർ ശരിയാക്കട്ടെ. മൈദാമാവാണ് വേണ്ടി. ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാം, മൈദാമാവാണോ എന്നുള്ളത് നല്ലത്. അപ്പം ഞാൻ ഈ തവി ചെറിയ തവിക്ക് 2 തവി മൈദ അടച്ചു വെക്കാം. പിന്നെ ജീരകം, ഒരു ശകലം ജീരകം എൻ്റെ ടേസ്റ്റിന് പറ്റിയത് ഇപ്പം ഒന്നും ചേർക്കത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ലേ, നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഒരു ശകലം മഞ്ഞൾ പൊടി ഇട്ടു. പിന്നെ ഇതിന് മധുരം ആവശ്യമാണെന്ന് പറഞ്ഞ് ചിലർ പഞ്ചസാര പിന്നെയും ചേർക്കും. നമുക്ക് ഇപ്പോൾ സാധാരണ ഇത് എല്ലാവർക്കും കഴിക്കാവുന്ന പോലെ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ, വെള്ളം അധികം കൂട്ടാതെ നല്ല കൊഴുത്തിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണയാകും. എണ്ണ ചൂടായി. സൺഫ്ലവർ ഓയിലാണ് ഇത്. എന്നിട്ട് മുക്കി എണ്ണയിൽ വെച്ച് ഇത്രയും പരിപാടിയുള്ളൂ. വലിയ ഭാരിച്ച പണിയൊന്നുമില്ല. എല്ലാവരും ഏത്തക്കാപ്പം ഉണ്ടാക്കാൻ പഠിച്ചോ കേട്ടോ, അറിയത്തില്ലാത്തവർ. ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി 3 പീസും കൂടെ ഉള്ളൂ. എൻ്റെ ഏത്തക്കാപ്പം റെഡിയായി. പഞ്ചസാര ഇനിയും അധികം മധുരം കഴിക്കാവുന്നവർക്ക് പഞ്ചസാര മാവിനകത്ത് ചേർത്തിട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കാം. ഞാനിപ്പോൾ മധുരം ചേർത്തില്ല, ഇത് കഴിക്കേണ്ടത് ഞങ്ങളല്ലേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അറിയാൻ മേലാത്തവർ ഇത് കണ്ടു പഠിക്കുക. എല്ലാവർക്കും കണ്ടു പഠിക്കത്തക്ക രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അറിയാൻ മേലാത്തവർ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, എൻ്റെ ഏത്തക്കാപ്പം റെഡിയായി. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ. ഇനി മധുരം കൂടുതലായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കും കഴിക്കാവുന്നവർക്കും ഈ ബാറ്റർ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ഇപ്പം ഞാൻ പഞ്ചസാര ഇട്ടില്ല, എന്ന് വെച്ചാൽ ഇതൊക്കെ ഞങ്ങൾ തന്നെയല്ലേ പരീക്ഷിക്കണ്ടേ, അതുകൊണ്ടാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് പറയണം, ഷെയർ ചെയ്യണം. എന്നോട് ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.